ദുർഗാദേവി ആരായിരുന്നു എന്നറിയാമോ? അവർ ഹിന്ദു മതത്തിലെ വളരെ ശക്തിയായ ഒരു ദേവിയാണ്. തിന്മയെയും ദുഷ്ടശക്തികളെയും നശിപ്പിക്കാൻ വേണ്ടി അവതരിച്ച അമ്മയാണ് ദുർഗാദേവി. ധൈര്യത്തിന്റെയും ശക്തിയുടെയും വിജയത്തിന്റെയും ഒക്കെ പ്രതീകമാണ് ഈ ദേവി. പണ്ട് പണ്ട് മഹിഷാസുരൻ എന്നൊരു ശക്തനായ അസുരനുണ്ടായിരുന്നു. അവൻ ദേവന്മാരെയും മനുഷ്യരെയും ഒരുപാട് ഉപദ്രവിച്ചു. അവനെ തോൽപ്പിക്കാൻ ഒരു സാധാരണ ദേവനും കഴിഞ്ഞില്ല. കാരണം അവന് പ്രത്യേക ശക്തികൾ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീക്ക് മാത്രമേ അവനെ വധിക്കാൻ കഴിയൂ എന്നൊരു വരം അവന് ലഭിച്ചിരുന്നു. അങ്ങനെ എല്ലാ ദേവന്മാരും ഒരുമിച്ച് ചേർന്ന് തങ്ങളുടെ ശക്തിയെ ഒരൊറ്റ രൂപത്തിലേക്ക് കൊണ്ടുവന്നു. ആ ശക്തിയിൽ നിന്ന് അതിമനോഹരിയായ ഒരു സ്ത്രീ രൂപമുണ്ടായി. അതാണ് ദുർഗാദേവി. ശിവൻ തന്റെ ത്രിശൂലവും, വിഷ്ണു തന്റെ ചക്രവും, ഇന്ദ്രൻ തന്റെ വജ്രായുധവും, അഗ്നി തന്റെ ശക്തിയും, വരുണൻ തന്റെ പാശവും, വായു തന്റെ അസ്ത്രങ്ങളും നൽകി ദേവിയെ ശക്തയാക്കി. ദുർഗാദേവിക്ക് 10 കൈകളുണ്ട്. ഓരോ കൈയിലും ഓരോ ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങളെല്ലാം തിന്മയെ നശിപ്പിക്കാനുള്ള ശക്തിയെ സൂചിപ്പിക്കുന്നു. ദേവി ധീരയോടെ സിംഹപ്പുറത്തേറി മഹിഷാസുരനുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. സിംഹം ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമാണ്. ദുർഗാദേവി സിംഹപ്പുറത്തിരുന്ന് തിന്മക്കെതിരെ പോരാടുമ്പോൾ അത് നമുക്ക് ധൈര്യം നൽകുന്നു. നമ്മളും നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളോട് ധീരയോടെ പോരാടണമെന്ന് ദേവി നമ്മെ പഠിപ്പിക്കുന്നു. ദുർഗാദേവിയും മഹിഷാസുരനുമായുള്ള യുദ്ധം 9 രാത്രിയും 10 പകലും നീണ്ടുനിന്നു. ഈ ദിവസങ്ങളെയാണ് നമ്മൾ നവരാത്രിയായി ആഘോഷിക്കുന്നത്. ഓരോ ദിവസവും ദുർഗാദേവിയുടെ ഓരോ ശക്തിരൂപങ്ങളെ ആരാധിക്കുന്നു. ഒടുവിൽ 10ാം ദിവസം ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചു. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയമായിരുന്നു അത്. ഈ ദിവസമാണ് നമ്മൾ വിജയദശമിയായി ആഘോഷിക്കുന്നത്. എല്ലാ ദുഃഖങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാൻ നമുക്ക് കഴിയും എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം. ദുർഗാദേവി ശക്തിയുടെയും സംരക്ഷണത്തിന്റെയും ദേവിയാണ്. നമ്മൾ ഭയപ്പെടുമ്പോഴും ദുഃഖിതരാകുമ്പോഴും ദേവിയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ധൈര്യം ലഭിക്കും. ഒരു അമ്മ തന്റെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ ദുർഗാദേവി നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുന്നു. ദുർഗാദേവിക്ക് ശാന്തമായ രൂപവുമുണ്ട്, അതേസമയം പോരാടുന്ന ശക്തമായ രൂപവുമുണ്ട്. ദുഷ്ടരെ ശിക്ഷിക്കാനും നല്ലവരെ സംരക്ഷിക്കാനും ദേവിക്ക് കഴിയും. നമ്മൾ നല്ലവരായിരിക്കുകയും തെറ്റായ കാര്യങ്ങൾക്കെതിരെ പോരാടുകയും ചെയ്യണമെന്ന് ദേവി നമ്മെ പഠിപ്പിക്കുന്നു. നവരാത്രിയുടെ ഓരോ ദിവസവും ദുർഗാദേവിയുടെ ഓരോ പ്രത്യേക രൂപങ്ങളെയാണ് ആരാധിക്കുന്നത്. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഗണ്ഡ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാത്യായനി, കാലരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നിവയാണ് ആ 9 രൂപങ്ങൾ. ഓരോ രൂപത്തിനും അതിൻ്റെതായ ശക്തിയും പ്രാധാന്യവുമുണ്ട്. വിജയദശമി ദിവസം നമ്മൾ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ നല്ല ദിവസമായി കരുതുന്നു. അന്ന് കുട്ടികളെ എഴുത്തിനിരുത്തുന്നതും വിദ്യാരംഭം കുറിക്കുന്നതുമൊക്കെ പ്രധാന ചടങ്ങുകളാണ്. ദുർഗാദേവിയുടെ അനുഗ്രഹത്തോടെ എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ കഴിയും എന്നാണ് വിശ്വാസം. ദുർഗാദേവിയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് തിന്മ എത്ര ശക്തമാണെങ്കിലും നന്മയ്ക്ക് അതിനെ തോൽപ്പിക്കാൻ കഴിയും എന്നാണ്. നമ്മൾ ധൈര്യത്തോടെയും വിശ്വാസത്തോടെയും പോരാടിയാൽ വിജയം നമ്മളുടെ കൂടെയുണ്ടാകും. ദുർഗാദേവി സ്ത്രീ ശക്തിയുടെ പ്രതീകം കൂടിയാണ്. സ്ത്രീകൾക്ക് എല്ലാ ശക്തിയുമുണ്ട്, അവർക്ക് ലോകത്തെ മാറ്റാൻ കഴിയും എന്ന് ദേവി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ഭയത്തെയും ദുർബലതയെയും ഇല്ലാതാക്കാൻ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ദേവിയുടെ അനുഗ്രഹത്തിലൂടെ നമുക്ക് ധൈര്യവും ആത്മവിശ്വാസവും ലഭിക്കും. ദുർഗാ പൂജ ഒരു വലിയ ആഘോഷമാണ്. വർണ്ണാഭമായ പന്തലുകളും ദേവിയുടെ മനോഹരമായ രൂപങ്ങളും ഈ ആഘോഷത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. പാട്ടും നൃത്തവും മറ്റ് കലാപരിപാടികളുമൊക്കെയായി ഈ ദിവസങ്ങൾ സന്തോഷം നിറഞ്ഞതാണ്. ദുർഗാദേവി നമ്മെ പഠിപ്പിക്കുന്നത് ഐക്യത്തിന്റെ പ്രാധാന്യമാണ്. എല്ലാ ദേവന്മാരും ഒരുമിച്ച് ചേർന്നാണ് മഹിഷാസുരനെ തോൽപ്പിച്ചത്. അതുപോലെ നമ്മളും ഒരുമിച്ച് നിന്നാൽ ഏത് വലിയ പ്രശ്നത്തെയും മറികടക്കാൻ കഴിയും. ദുർഗാദേവി കരുണയുടെയും സ്നേഹത്തിന്റെയും അമ്മയാണ്. ദുഷ്ടരെ ശിക്ഷിക്കുമ്പോഴും തന്റെ ഭക്തരെ ദേവി സ്നേഹിക്കുകയും അവർക്ക് അനുഗ്രഹം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് കുട്ടികളെ, ദുർഗാദേവിയെ സ്നേഹിക്കുക. ധൈര്യവും നല്ല മനസ്സും ഉള്ളവരായി വളരുക. തെറ്റായ കാര്യങ്ങൾക്കെതിരെ ധീരയോടെ പോരാടുക. അതാണ് ദുർഗാദേവിക്കിഷ്ടമുള്ള കാര്യങ്ങൾ. ദുർഗാദേവിയുടെ അനുഗ്രഹം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകും. ഓം ദുർഗായ നമഃ.